വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ബില്ല് വന്നാൽ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കി. किसी भी जमीन को आप वक्फ प्रॉपर्टी डिक्लेयर कर देता था, वो प्रॉपर्टी को हमने हटा दिया है। वो कोई भी जमीन को वक्फ प्रॉपर्टी डिक्लेयर करके फिर किसी गरीब के लिए नहीं करना है। आज पूरा हमारे देश का क्रिश्चियन कम्युनिटी, जो कैथोलिक चर्च काउंसिल के लोग, भारत चर्च ग्रुप के लोग केरला में हो या देश भर में आज पुकार के क्यों कह रहा है कि वक्फ संशोधन बिल जल्दी पारित होना चाहिए। वो इसलिए कि सेक्शन 40 का मिसयूज होता था. അതേസമയം ബിൽ മതസ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ലെന്നും വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ച് കിരൺ റിജിജു പറഞ്ഞു. दोनों सदन लोकसभा राज्यसभा मिलाकर के ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के, लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. This type of bill, when you are bringing it to the House, at least the members has to have the power to give amendments. Yesterday, what happened, sir? This bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendment, sir. എന്നാൽ ജെപിസിയുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകി. मैं इसके हार्द को सदन के सामने रखना चाहता हूं. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया, जिसका विपक्ष का भी बड़ा आग्रह था. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो जो मत प्रकट हुआ, वो मत फिर से कैबिनेट के सामने गया. അതേസമയം വഖഫ് ബില്ലിൽ യഥാർത്ഥ ചർച്ച നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സ്വത്തായി അവകാശവാദം ഉന്നയിക്കുമായിരുന്നുവെന്നും കിരൺ റിജിജു വിമർശിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് MG മിഥുനാണ് ചേരുന്നത്. മിഥുൻ, ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലിപ്പോൾ എന്തുകൊണ്ട് വഖഫ് ഭേദഗതി അനിവാര്യമാണ് എന്നുള്ളതിൽ മുനമ്പം വിഷയം അടക്കം ഉദാഹരണമായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ഉയർത്തി കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ എംപിമാരുടെ പ്രതിഷേധം സ്വരവും അവിടെ ഉയർന്നു കേൾക്കുകയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു സഭാ നടപടികൾ? അറിയ വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. നിലവിൽ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടി നിരയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി ഉണ്ടാകും. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇത് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം കിരൺ റിജിജു ഒരിക്കൽ കൂടി ഇതിന് മറുപടി നൽകുകയും ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും. കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജിജു പറയുകയുണ്ടായി. അതായത് ഈ ബില്ല് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ബിൽ അംഗങ്ങൾക്ക് നേരത്തെ നൽകിയില്ലെന്ന് KC വേണുഗോപാൽ MPയും പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി വിവരങ്ങൾ കൈമാറിയതാണ്. JPCയിൽ ഏകദേശം 97 ലക്ഷത്തോളം നിർദ്ദേശങ്ങളാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ലഭിച്ചത്. ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. മതനേതാക്കളെ കണ്ട അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ഇതിനു മുമ്പും നിരവധി ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരും അന്ന് എതിർത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭേദഗതിയെ എതിർക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു
വ്യക്തമാക്കുകയും ചെയ്തു. ആ ഒരു പരാമർശം 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ സമരം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഈ ബില്ല് മതസ്ഥാപനം കൊണ്ട് അധികാരത്തിൽ ഇടപെടുന്നതല്ലെന്നും മാത്രമല്ല വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഒപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ ചർച്ച ഇതുവരെയും ആരംഭിക്കാൻ ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതേസമയം ഈ JPC-യുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പരാമർശമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത് കൃത്യമായി KC വേണുഗോപാൽ ഈ ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ സഭയിൽ എണീക്കുകയും ഒപ്പം തന്നെ ഈ ക്രമപ്രശ്നത്തിന് മറുപടിയായി നൽകുകയും ചെയ്തു. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പ് മന്ത്രി മുൻ മന്ത്രിയും നിലവിലെ MP കൂടിയായിട്ടുള്ള K രാധാകൃഷ്ണൻ സഭയിൽ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തി. ആ സമയത്തിൽ വേളയിൽ സുരേഷ് ഗോപിയെ ചില ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശത്തിനെതിരെ സുരേഷ് ഗോപി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനം K രാധാകൃഷ്ണനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. നാളെ രാജ്യസഭയിൽ കൂടി ഈ ഒരു വോട്ടിനിട്ട് ഈ ബില്ല് പാസ്സാക്കിയതിനു ശേഷം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ള ആശയങ്ങൾ അതെല്ലാം ജനങ്ങൾ കടലിൽ എറിയുമെന്നുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും രാത്രി വൈകിയും ഈ ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ MP സംസാരിക്കുന്നു. The priest from the Muslim mosque will come and give water to these devotees. People from the church will come and give water to these devotees. This is the atmosphere of this country. You can see Sabarimala temple. I used to go there every year. This last year was my 35th year going Sabarimala every year. I used to go Guruvayur every month, sir. I am a Hindu religion believer. But my religion told me, Loka samasta sukhino bhavantu. Not be hatred for single votes. You want to divide this country on the name of religion. Then you didn't believe the people on delivery. Because you didn't deliver at all. You didn't give an employment. You didn't give anything to people. You only about believing on religion to divide the people. Therefore, I think a little bit broad-minded chahiye, sir. From a ruler sahab should to show little bit broad mind. This piece of legislation which you are talking about. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷ MP മാർ. തത്സമയമാണ് കണ്ടത്.